പുത്രൻ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന ബിജു മേനോൻ സിനിമാ രംഗത്ത് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തു. 1996 എന്നൊരു വർഷം ബിജു മേനോന്റെ സിനിമകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ 1997 ആ ഒരു വർഷത്തെ ബിജു മേനോന്റെ സിനിമകളെ കുറിച്ചും ബിജു മേനോന്റെ ആ സിനിമ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്, അത്തരം കാര്യങ്ങളാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു സിനിമ കുടമാറ്റം. സല്ലാപം എന്ന സിനിമയുടെ ഡയറക്ടർ സുന്ദർദാസ് ഡയറക്ട് ചെയ്ത സിനിമ. സല്ലാപത്തിന് ശേഷം ദിലീപും മഞ്ജു വാര്യരും അഭിനയിക്കുന്നു. ആ ഒരു ടീമിലേക്ക് വിജയരാഘവൻ വരുന്നു, പിന്നെ ബിജു മേനോൻ. അപ്പൊ ഈ ഒരു സിനിമ കുടമാറ്റം അന്നങ്ങനെ വലിയ വിജയമൊന്നുമല്ല. പക്ഷെ ആ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത, സല്ലാപത്തിൽ നഷ്ടപ്പെട്ട ഒരു അവസരം ബിജു മേനോൻ, അതിലെ സല്ലാപത്തിൽ ബിജു മേനോനെ ആയിരുന്നു അത് ആദ്യം അതിൽ മനോജ് കെ ജയൻ ചെയ്ത ആ ഒരു ക്യാരക്ടർ. ബിജു മേനോനും അതുപോലെ തന്നെ മനോജ് കെ ജയൻ രണ്ടുപേരും ലോഹിദാസും ഡയറക്ടർ സുന്ദർദാസും മനസ്സിലാലോചിച്ചിരുന്നു. ബിജുമേനെ ആദ്യം അപ്രോച്ച് ചെയ്തു. ബിജുമേൻ പക്ഷെ അന്ന് ഹരിഹരൻ MTയുടെ ഒരു സിനിമയുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് അഭിനയിക്കാതിരുന്നു. പിന്നീടാണ് അതിലേക്ക് മനോജ് കെ ജയൻ വരുന്നത്. മനോജ് കെ ജയൻ ഗംഭീരമാക്കിയ സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റായി. അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ ബിജുമേനൻ വീണ്ടും സുന്ദർദാസിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അടുത്തൊരു സിനിമ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും. അങ്ങനെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ സല്ലാപത്തിനെക്കാട്ടും ചെറിയൊരു വേഷമാണ്, പ്രാധാന്യമുള്ള ഒരു വേഷമാണ് അതിൽ. നമുക്ക് ആ സിനിമ കണ്ടവർക്ക് അറിയാം, അതിൽ കഥയിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെയാണ് ആ ഒരു സിനിമയുടെ ഭാഗമായത് ബിജുമേനൻ. നല്ലൊരു സിനിമയായിരുന്നു, ഒരു മോശം സിനിമയൊന്നുമല്ല. പക്ഷെ അത് സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ നേട്ടമൊന്നും കൈവരിച്ചതല്ല. സല്ലാപവും അതിനെ തുടർന്ന് വന്ന സമ്മാനമൊക്കെ അത്യാവശ്യം കളക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. സമ്മാനം മോശമല്ലാത്തൊരു സിനിമയായിരുന്നു. പക്ഷെ കുടമാറ്റം ഇതിനും തൊട്ട് താഴെയായി പോയി അതിന്റെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ്. അടുത്തൊരു സിനിമ മാനസം. ഇതൊരു CS സുധീഷ് എന്ന ഒരു ഡയറക്ടറാണ്. P ബാലചന്ദ്രനാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ദിലീപും അതുപോലെ തന്നെ കാവേരി, ശ്രീവിദ്യ, പിന്നെ ബിജു മേനോൻ ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ കുറേ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് ചെറിയൊരു കഥയുടെ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. ശ്രീവിദ്യയുടെ ശരിക്കുള്ള മകനാണ് ബിജു മേനോൻ, പക്ഷെ ഒരു വളർത്തു മകനാണ് ദിലീപ്. അങ്ങനെ പോകുന്ന ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമ അന്ന് വിജയമൊന്നും അല്ലായിരുന്നു. അത് തൃശ്ശൂരൊക്കെ അത് തിയേറ്ററിൽ ജോസ് തിയേറ്ററിലാണ്. അതൊക്കെ ഒരാഴ്ച എന്തോ കഷ്ടി തിയേറ്ററിൽ കൂടിയിട്ടുള്ളൂ. പിന്നെ അതൊരു TV വന്നിട്ടാണ് ഞാൻ ആ സിനിമ കണ്ടിട്ടുള്ളത്. ഇപ്പൊ തന്നെ കണ്ടിട്ട് ഒരു 10-20 വർഷത്തിന് മുകളിലായി ആ സിനിമ കണ്ടിട്ട്. എന്തായാലും ആ ഒരു സിനിമ അങ്ങനെ വലിയ ഗുണമൊന്നും ചെയ്തില്ല. ബിജുമേനും ദിലീപിനും ഗുണം ചെയ്തില്ല. ഈ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസ് ആയിരുന്നു. അപ്പൊ ലാൽ ജോസ് ഇതിന്റെ കുറെ രസകരമായിട്ടുള്ള ഓർമ്മകളും ഈ സിനിമയെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ സഫാരിയിലെ ചരിത്രമിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ മാനസത്തിന്റെ ഒരു എപ്പിസോഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അടുത്തൊരു സിനിമ, ബിജുമേന്റെ കരിയറിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന അവാർഡ്, മികച്ച സഹനടനുള്ള അവാർഡ് കിട്ടിയ സിനിമ കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത്. കമൽ, രഞ്ജിത്ത് കൂട്ടുകെട്ട സിനിമ. ജയറാമും മഞ്ജു വാര്യരും പിന്നെ ബിജുമേനും. എനിക്ക് തോന്നുന്നു ആ സിനിമ തൃശ്ശൂർ ബിന്ദു തിയേറ്ററിലാണ്. ഓണം സീസൺ 1997 ഓണത്തിൽ ഒരുപാട് സിനിമകൾ ആ ഓണത്തിനുണ്ട്. ചന്ദ്രലേഖയും കളിയൂഞ്ഞാലും കളിയാട്ടം ഒക്കെ ഉണ്ട്. അതിന്റെ കൂടെ ഇറങ്ങിയ ഒരു സിനിമ തന്നെയായിരുന്നു. അന്ന് ബിന്ദു തിയേറ്ററിൽ പോയിട്ടാണ് ആ സിനിമ കാണുന്നത്. ആ സിനിമ കണ്ടിറങ്ങിയപ്പോഴും ഒരുപാട് പേര് അന്ന് പറഞ്ഞത്, ഈ സിനിമയിൽ അതുവരെ ജയറാം ആണല്ലോ ഒന്നിച്ചത്. ഒരു ജയറാം സിനിമ എന്ന് പറഞ്ഞാൽ ജയറാം തന്നെയാണ് കൈയടി കൊണ്ടുപോകുക. കൂടെ ജഗതി ശ്രീകുമാറും ഇന്നസെന്റോ അല്ലെങ്കിൽ ജഗദീഷോ ഒക്കെ എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇതൊരു ബിജുമേനോൻ ഒരു തകർത്തു എന്ന് എല്ലാവരും അന്ന് പറഞ്ഞിരുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് അന്ന് ബിജുമേനന് സ്റ്റേറ്റ് അവാർഡും കിട്ടി. സിനിമ അങ്ങനെ വലിയ ബ്ലോക്ക് ബസ്റ്റർ അല്ല. കമലിന്റെ കൃഷ്ണകുടിയിലെ പ്രണയകാലത്ത് അതിന് കമലിന്റെ ഇപ്പൊ അതിന് മുമ്പുള്ള അഴകിരാവണനോ, അല്ലെങ്കിൽ അഴകിരാവണൻ വലിയൊരു വിജയമല്ല. മഴയത്ത് മുമ്പേ ഈ പുഴയും കടന്ന്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൃഷ്ണകുടി പ്രണയകാലത്ത് വലിയൊരു വിജയമല്ലായിരുന്നു. പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു, നല്ല അതിഗംഭീരമായിട്ടുള്ള പാട്ടുകളായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബിജുമേനന് സ്റ്റേറ്റ് അവാർഡും കിട്ടി. ബിജുമേന്റെ കരിയറിൽ അത് വലിയൊരു ഗുണം ചെയ്തിട്ടുണ്ട്. അടുത്ത സിനിമ കളിയാട്ടം. ബിജുമേനൻ അല്ല നായകൻ, നമുക്കറിയാം സുരേഷ് ഗോപിയാണ് അതിലെ നായകൻ. സുരേഷ് ഗോപി കഴിഞ്ഞാൽ കൈയടി കൊണ്ടുവരിക്കണം അതിലെ വില്ലൻ കഥാപാത്രം ലാല്. സിദ്ദിഖ് ലാലിന്റെ ഒരു സംവിധായകനായിട്ട് മാത്രം കണ്ടിരുന്ന നമുക്ക് മുന്നിലേക്ക് ഒരു നടനായിട്ട് ലാല് തകർത്ത് കൈയടി കൊണ്ടുപോയിട്ടുള്ളതാണ്. അതിൽ ചെറിയൊരു ക്യാരക്ടറാണ്, പക്ഷെ നല്ലൊരു ക്യാരക്ടറാണ് ബിജുമേന്റെ. പ്രത്യേകിച്ച് ആ വന്നാത്തിപ്പുഴയുടെ എന്ന് പറഞ്ഞ ആ ഒരു സോങ് ഒക്കെ, ആ സോങ് സീക്വൻസ് ബിജുമേന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. ആ പാട്ട് ഒരുപാട് തവണ അന്ന് TV കാണിച്ചിരുന്നതാണ്. നമ്മൾ ഇന്നും യൂട്യൂബിൽ ആ പാട്ടുകളൊക്കെ കേൾക്കുന്നതാണ്. എന്തുകൊണ്ടും ജയരാജന്റെ ഒരു സിനിമ നാഷണൽ അവാർഡ് വരെ കിട്ടിയ സിനിമയാണ്. ആ ഒരു സിനിമയുടെ ഭാഗമാകാൻ ബിജുമേന് സാധിച്ചു എന്നുള്ളതാണ് ബിജുമേന്റെ ഒരു ഭാഗ്യം തന്നെയായിരുന്നു ആ ഒരു സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞത്. പിന്നെ മറ്റൊരു സിനിമ ഇന്നലകളില്ലാതെ എന്നൊരു സിനിമ. അതും നേരത്തെ ഞാൻ ഈ മാനസത്തെ കുറിച്ച് പറഞ്ഞ പോലെ അതും ഒരു ഫ്ലോപ്പായ ഒരു സിനിമ തന്നെയാണ്. അതിൽ ഒരു ബിജുമേനും ഉണ്ട്, പിന്നെ ഒരു പുതിയൊരു നായകനാണ്. അത് വേറെ ഏതെങ്കിലും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിൽ മഞ്ജു വാര്യരുടെ കാമുകനായിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ഞാൻ കുറെ മുമ്പ് കണ്ടിട്ട്. ഇപ്പൊ 97 ഇറങ്ങിയ സിനിമ അന്ന് TV 98 99 കാസറ്റ് ഇറങ്ങിയപ്പോഴൊക്കെ എന്തോ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ക്ലൈമാക്സ് ബിജുമേനും മഞ്ജു വാര്യരും ഒന്നിക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ ഓർമ്മയുണ്ട്. ജോർജ് ഗിത്തോണ് ആ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹം അത്തരത്തിലുള്ള കുറച്ച് സീരിയസ് മൂഡിലുള്ള സിനിമകളൊക്കെ ചെയ്യുന്നതാണ്. അതും ഈ പറഞ്ഞ തൃശ്ശൂർ ജോസ് തിയേറ്ററിലോ ഇറങ്ങിയത് ഒരാഴ്ച മാത്രം കളിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ മറ്റൊരു സിനിമ അസുരവംശം. ഷാജി കൈലാസ് മനോജ് കെ ജയനെ ഒരു ആക്ഷൻ ഹീറോ ആക്കാൻ വേണ്ടി തന്നെ എടുത്തിട്ടുള്ള സിനിമയാണ്. അദ്ദേഹം
മമ്മൂട്ടീനെ വെച്ചിട്ടൊക്കെ കിങ് ആണ് ചെയ്തത്. അതിന് മുമ്പ് തുടക്കകാലത്ത് സുരേഷ് ഗോപിനെ വെച്ചിട്ടുള്ള സിനിമകൾ ചെയ്തു. ആദ്യം നമുക്കറിയാം മുകേഷിനെ വെച്ചിട്ടും പിന്നെ ഇന്നസെന്റ്, ഡോക്ടർ പശുപതി, സൗഹൃദം പോലത്തെ സിനിമയൊക്കെ ചെയ്ത് പിന്നെ സുരേഷ് ഗോപിനെ വെച്ച് തലസ്ഥാനവും മേഖലവിനും കമ്മീഷണറും ഒക്കെ ചെയ്ത് മമ്മൂട്ടിയെ വെച്ച് കിങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു രണ്ടാം നിരയിലുള്ള ഒരു ഹീറോ ആയിട്ടുള്ള മനോജ് കെ ജയനെ വെച്ച് അസുരവംശം ചെയ്യുന്നു. രഞ്ജിത്തിന്റെ സ്ക്രിപ്റ്റാണ് പാളയം മുരുകൻ. ആ ഒരു സിനിമ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് എനിക്ക് തോന്നി. കാരണം ഭയങ്കര ലെങ്തി ആയിട്ടുള്ള, ഇന്നും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അന്ന് തന്നെ ആ ഒരു സിനിമ ഞാൻ തിയേറ്ററിലല്ല ടി വിയിൽ വന്നിട്ടുള്ള കണ്ടിട്ടില്ല. അന്ന് ടി വി കാസറ്റ് എടുത്ത് കണ്ടപ്പോൾ തന്നെ ആ സിനിമ ഏകദേശം 3 മണിക്കൂറിന്റെ മുകളിലുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു യൂട്യൂബ് പ്രിന്റ് 2.25 മണിക്കൂറോ 2:50 എന്തോ. ഞാൻ ഒരു വർഷം മുമ്പ് ആ സിനിമ വീണ്ടും കണ്ടിരുന്നു. അതിന്റെ കുറച്ച് കുഴപ്പങ്ങളുണ്ട് ആ സിനിമയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് സിനിമ അങ്ങനെ വിചാരിച്ച പോലെ ക്ലിക്ക് ആവാതെ, പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ ഇപ്പൊ എങ്ങനെയൊക്കെയോ കൈവിട്ടൊക്കെ പോയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ആ സിനിമ ഹിറ്റ് ആയിരുന്നെങ്കിൽ അതേ ടീമിനെ വെച്ച്, അത് മനോജ് കെ ജയനെയും ബിജു മേനെ വെച്ച് ഒരു സിനിമ പ്ലാൻ ചെയ്തു. ആ ഒരു സിനിമ പക്ഷെ മാറി മറിഞ്ഞിട്ടാണ് പിന്നീട് 6-ാം തമ്പുരാനായത്. നമുക്കറിയാം മനോജ് കെ ജയന് വെച്ചിരുന്ന റോള് മോഹൻലാൽ ആ സെയിം കഥയില്ലെന്ന് തോന്നുന്നു. എങ്കിലും 2 സുഹൃത്തുക്കൾ എന്നുള്ള ഒരു കഥ പ്ലാൻ ചെയ്ത ആ കഥ പിന്നീട് ഡെവലപ്പായി വന്നപ്പോഴാണ് 6-ാം തമ്പുരാനായിട്ട് മാറിയത്. എന്തായാലും അതിലും മനോജ് കെ ജയൻ ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് ചെയ്തിട്ടുള്ളത്. ബിജു മേനൻ ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് ചെയ്തിട്ടുള്ളത്. സായ് കുമാർ അതിലൊരു വില്ലൻ വേഷം ചെയ്തിട്ടുണ്ട്. കുറെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട് ആ ഒരു സിനിമയിൽ. നിങ്ങളെല്ലാവരും പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അന്നൊക്കെ ഈ ഒരു സിനിമ ഭയങ്കര അടിപ്പടമാണ്, കുറെ ആക്ഷൻ ഉണ്ടെന്നൊക്കെ അന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ട് അങ്ങനെ കാസറ്റ് എടുത്തിട്ടൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ കുറച്ച് ഓവർ വയലൻസ് ഒക്കെയാണ് സിനിമയിൽ. കുറെ വെട്ടും കുത്തൊക്കെ അന്ന് അധികം കാണാത്തതാണ് നമ്മൾ അങ്ങനത്തെ വെട്ടും കുത്തൊക്കെ. കുറെ തലവെട്ടി കളയുന്നതും അങ്ങനെയൊക്കെ. സിദ്ദിഖ് നല്ലൊരു ഉഗ്രൻ ക്യാരക്ടറായിരുന്നു. എനിക്കൊണ്ട് മനോജ് കെ ജയനെക്കാട്ട് കൂടുതൽ ആ സിനിമയിൽ കുറച്ച് ഗുണം ചെയ്തിട്ടുള്ള സിദ്ദിഖിനൊക്കെയാണ്. പിന്നെ സിദ്ദിഖ് ഒരു ക്യാരക്ടർ റോളുകളിലേക്കൊക്കെ മാറി തുടങ്ങിയ ഒരു സമയമാണ്. സിദ്ദിഖ് ഒരു താടിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അത് ശേഷമാണ് പിന്നീട് സിദ്ദിഖ് കുറച്ച് ക്യാരക്ടർ റോളുകളും അതിലൊക്കെ മാറി തുടങ്ങിയിരുന്നത്. അപ്പൊ ഇത്രയും സിനിമകളാണ് ബിജു മേന്റേതായിട്ട് 1997 റിലീസ് ആയിട്ടുള്ളത്. ഇതിൽ പല സിനിമകളും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതിൽ പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ പറയുന്നത്, ഞാൻ അന്ന് തിയേറ്ററിൽ പോയി കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലം തന്നെയായിരുന്നു. ബാക്കി സിനിമകളൊക്കെ എനിക്ക് തോന്നുന്നു കാസറ്റ് എടുത്തിട്ടോ ടി വിയിലൊക്കെ വന്നിട്ടുള്ള കണ്ടിട്ടുള്ള. ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ അന്ന് തിയേറ്ററിൽ കണ്ട നിങ്ങളുടെ ഓർമ്മകൾ നമുക്ക് കമന്റ് ചെയ്യാം.